നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 6 വെള്ളിയാഴ്ച. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് വന്നത്. കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ കണ്ടുവന്ന ആ വലിയ കുതിപ്പിന് ഇന്നൊരു ചെറിയ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ലക്ഷങ്ങൾ കടന്നു കുതിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ നൽകുന്ന കണക്കുകൾ പ്രകാരം ഇന്ന് കേരളത്തിൽ 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 14,860 രൂപയാണ് വില. അതായത് 1 പവൻ സ്വർണത്തിന് ഇന്ന് 1,18,880 രൂപ നൽകണം. ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിന് 70 രൂപയുടെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 18 കാരറ്റ് സ്വർണത്തിന്റെ വില നോക്കിയാൽ ഗ്രാമിന് 12,270 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. വെള്ളി വിലയിൽ മാറ്റമില്ലാതെ ഗ്രാമിന് 285 രൂപയായി തുടരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളർ കരുത്താർജിച്ചതാണ് സ്വർണ്ണവില കുറയാൻ പ്രധാന കാരണം. സാധാരണ ഈ ഡോളർ വില കൂടുമ്പോൾ സ്വർണത്തിന് വില കുറയാറുണ്ട്. കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില കുതിച്ചുയർന്നപ്പോൾ വലിയ ലാഭം കിട്ടിയ നിക്ഷേപകർ തങ്ങളുടെ സ്വർണം വിറ്റഴിച്ച് ലാഭമെടുക്കാൻ തുടങ്ങിയതും വിപണിയിൽ വില കുറയാൻ ഇടയാക്കി. ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ പരിശോധിക്കാം. 2025 അവസാന പകുതി മുതൽ സ്വർണ്ണവിലയിൽ നമ്മൾ കണ്ടത് അവിശ്വസനീയമായ ഒരു കുതിപ്പായിരുന്നു. 2025 ജനുവരിയിൽ വെറും 81,000 രൂപ റേഞ്ചിലുണ്ടായിരുന്ന 10 ഗ്രാം സ്വർണം 2026 ജനുവരി ആയപ്പോഴേക്കും 1,75,000 രൂപയ്ക്ക് മുകളിലെത്തി. അതായത് ഒരു വർഷം കൊണ്ട് നിക്ഷേപകർക്ക് ലഭിച്ചത് 100% മുകളിൽ ലാഭമാണ്. ഈ വലിയ കുതിപ്പിന് ശേഷം വിപണിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു തിരുത്തൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിലക്കുറവ്. അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ ഔൺസിന് $5,100 മുകളിലാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നത്. JP മോർഗൻ പോലുള്ള വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത് 2026 അവസാനത്തോടെ ഇത് $5,055 വരെ ശരാശരി നിൽക്കുമെന്നാണ്. അമേരിക്കയിലെ പുതിയ ഭരണകൂടം കൊണ്ടുവരുന്ന താരിഫ് നയങ്ങളും ആഗോളതലത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സ്വർണത്തെ എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമായി നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ വിലയിൽ വലിയൊരിടിവ് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇനി നമ്മുടെ നാട്ടിലെ കാര്യമെടുത്താൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ അഥവാ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോൾ 6%. 2025 ബജറ്റിലും ഇത് മാറ്റമില്ലാതെ തുടർന്നത് വിപണിക്ക് വലിയ ആശ്വാസമായിരുന്നു. എങ്കിലും ആഗോള വിപണിയിലെ വിലക്കയറ്റം കാരണം കേരളത്തിലെ വിലയും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. സാധാരണക്കാർക്ക് കല്യാണ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയും GSTയും കൂടി ചേർത്ത് വലിയൊരു തുക തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വർണത്തിന് 3% GSTയും പണിക്കൂലിയും 5% GSTയും പ്രത്യേകം നൽകണം. ഈ സാഹചര്യത്തിൽ സ്വർണത്തിൽ പണം ഇടാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വില കുറയുമ്പോൾ മാത്രം സ്വർണം വാങ്ങുന്ന രീതി പിന്തുടരുക. ഇപ്പോൾ വിപണിയിൽ ചെറിയൊരു ഇടിവ് കണ്ടതുകൊണ്ട് ഇത് വാങ്ങാൻ അനുയോജ്യമായ സമയമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആവശ്യം വിവാഹം പോലുള്ള അടിയന്തര കാര്യങ്ങൾക്കാണെങ്കിൽ ഈ അവസരം ഉപയോഗിക്കാം. പക്ഷേ വലിയ ലാഭം പ്രതീക്ഷിച്ച് ഈ ഉയർന്ന വിലയിൽ പണമിടുന്നവർ വിപണിയിൽ റിസ്ക് കൂടി കണക്കിലെടുക്കണം. വരും മാസങ്ങളിൽ സ്വർണ്ണവിലയിൽ 10 മുതൽ 20% വരെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. സ്വർണ്ണവില താഴേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇന്ത്യയിലെയും ചൈനയിലെയും സെൻട്രൽ ബാങ്കുകൾ ഇപ്പോഴും വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഡോളറിന് പകരം സ്വർണത്തെ ഒരു കരുതൽ ധനമായി കാണുന്ന ഈ പ്രവണത വില കുറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഇടിവുകൾ കണ്ടാൽ അത് വിപണിയിലെ താൽക്കാലിക മാറ്റം മാത്രമായി കരുതിയാൽ മതി. ചുരുക്കത്തിൽ ഇന്നത്തെ ഈ വിലക്കുറവിന് സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു നല്ല വാർത്തയാണ്. പവൻ വില ലക്ഷത്തിന് മുകളിൽ തന്നെ തുടരുമെങ്കിലും ഗ്രാമിനുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് ലാഭകരമാകും. വിപണിയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റ് വിപണികളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. നന്ദി.